The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay. See, in the last class we discussed forms of business organization. In that, sole proprietorship we discussed. See, we know that there are 5 forms of business organization, that is sole proprietorship, partnership, joint Hindu family form of business, cooperative society and joint stock companies. In that, we already discussed sole proprietorship, the meaning, features, merits and demerits of sole proprietorship. I think all are clear. Okay. Today we are going to discuss the second form of business organization, that is joint Hindu family business, that is Hindu or HUF, Hindu undivided family form of business. See, joint Hindu family business or HUF, Hindu undivided family form of business, actually it is a special form of business found only in India. Joint Hindu family business എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ബിസിനസ് ആണ്, ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ബിസിനസ് ഫോംസ് ആണ് അല്ലേ. സോ ദിസ് ബിസിനസ് ഈസ് ഓണേഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഈ ബിസിനസ്സിൻ്റെ ഓണറും അത് മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും? ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പേഴ്സാണ്, ദറ്റ് ഈസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. So this form of organization is not formed by an agreement or contract, so but comes into existence by the operations in Hindu law. Operations in Hindu law. See, ഈ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലോ ഫോം ചെയ്യുന്നതല്ല. ഇത് ഹിന്ദു ലോ പ്രകാരം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ഫോംസ് ആണ് ഏത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. സോ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഗ്രാൻഡ് പാരൻസ്, പേരൻസ് ആൻഡ് സൺസ് അല്ലേ. ഹിന്ദു കൂട്ടുകുടുംബ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരിക്കും, പേരൻസ് ഉണ്ടായിരിക്കും, അത് കുട്ടികൾ ഒക്കെ ഉൾപ്പെടുന്നതാണത്. അതായത് നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു തറവാടുകളിൽ കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കും, അവർ എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ്സൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ പല മൂവികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പൂർവികരായിട്ടുള്ള ആളുകളുടെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. സോ actually this HUF is managed by the eldest male member. It is known as Karta, whose liability is unlimited. Actually ഈ ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ബിസിനസ് മാനേജ് ചെയ്യുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് മാനേജ് ചെയ്യുന്നത്. ആ മുതിർന്ന ആളിനെ പറയുന്ന പേരാണ് കർത്ത എന്ന് പറയും.
സോ HUF ബിസിനസ് ഈസ് മാനേജ്ഡ് ബൈ ദ എൽഡസ്റ്റ് മെയിൽ മെമ്പർ. അതാണ് അവിടെ മുതിർന്ന പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള ബിസിനസ് ഫോംസ് എന്ത് ചെയ്യാറുള്ളത്, മാനേജ് ചെയ്യാറുള്ളത്. അവരെന്ത് പറയും, ആ വ്യക്തി എൽഡസ്റ്റ് ആയിട്ടുള്ള ആ വ്യക്തി പറയുന്ന പേര് എന്ത് പറയും, കർത്ത എന്നാ പറയുക. അയാളെ പറയുന്ന പേരാണ് കർത്ത എന്ന് പറയുന്നത്. അതായത് ഫാമിലിയിൽ ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള ആളായിരിക്കും ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തി കൊണ്ടുപോകുന്നത്. അവരെ പറയുന്ന പേര് കർത്ത എന്നാണ്. സോ ഓൾ മെമ്പേഴ്സ് ഹാവ് എ സ്പെഷ്യൽ ഓണർഷിപ്പ് റൈറ്റ് ഓവർ ദി പ്രോപ്പർട്ടി ഓഫ് ആൻസിസ്റ്റർ. അല്ലേ, ഹിന്ദു കുടുംബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും എന്തുണ്ട്, അവരുടെ പൂർവികരുടെ പ്രോപ്പർട്ടിയിൽ അവർക്ക് എന്തുണ്ട്, റൈറ്റ്സ് ഉണ്ടായിരിക്കും, അവകാശങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ മെമ്പേഴ്സിനും അവകാശങ്ങൾ ഉണ്ടായിരിക്കും. അവരെ നമ്മൾ പറയുന്ന പേര് ദേ ആർ നോൺ ആസ് കോ-പാർട്ട്നേഴ്സ് എന്നാണ് പറയുക. കർത്ത, ഇപ്പോൾ ഒരു ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആൾ, അയാൾ കർത്ത, ബാക്കിയുള്ള മെമ്പേഴ്സിനെ പറയുന്ന പേര് കോ-പാർട്ട്നേഴ്സ് എന്നാണ് പറയുക. ഈ കോ-പാർട്ട്നേഴ്സ് ഈ ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ, പൂർവികരുടെ പ്രോപ്പർട്ടീസിൽ ഇവർക്കും കൂടെ എന്തുണ്ടായിരിക്കും, റൈറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇവരെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോ-പാർട്ട്നേഴ്സ് എന്നാണ് പറയുക. അവർ കോ-പാർട്ട്നേഴ്സ്. സോ ദർ ആർ 2 കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് HUF ബിസിനസ്. അതായത് HUF ബിസിനസ് വരുന്ന രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ 2 കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, മിനിമം 2 മെമ്പേഴ്സ് മസ്റ്റ് ബി ദർ ഇൻ ദി ഫാമിലിയിൽ മിനിമം എത്ര പേര് വേണം, 2 പേര് വേണം, ഒരു കണ്ടീഷൻ. സെക്കൻഡ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് സം ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസ്. പിന്നെ എന്ത് വേണം, പൂർവികരായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളും പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, HUF എന്ന് പറയുന്ന ഫോം ഓഫ് ബിസിനസ് അവർക്ക് ഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. HUF, Hindu undivided family form of business. See, there are 2 systems which governed by the membership in the Hindu undivided family form of business. That is Dayabhaga system and Miktakshara system. Dayabhaga system and Miktakshara system. 2 സിസ്റ്റം ഉണ്ട്. ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതിനുള്ള രണ്ട് സിസ്റ്റം ഉണ്ട്. അതിൽ ദയാഭാഗ സിസ്റ്റം ഉണ്ട്, മിത്താക്ഷര സിസ്റ്റം ഉണ്ട്. എന്താണ് ഈ ദയാഭാഗ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദയാഭാഗ സിസ്റ്റം പ്രിവെയിൽസ് ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ഓളോ ബോത്ത്. അവിടെ വെസ്റ്റ് ബംഗാളിൽ കണ്ടുവരുന്ന വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സിസ്റ്റമാണ് ദയാഭാഗ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം പ്രകാരം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ടു ബി കോ-പാർട്ട്നേഴ്സ്. ഈ ദയാഭാഗ സിസ്റ്റം വെസ്റ്റ് ബംഗാളിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അവിടെ ഫോളോ ചെയ്യുന്ന ദയാഭാഗ സിസ്റ്റമാണ്. അതിൻ്റെ പ്രത്യേകത, ദയാഭാഗ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാമിലിയിലെ മെയിൽ മെമ്പറിനും മെയിലിനും ഫീമെയിലിനും കോ-പാർട്ട്നേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാവുന്ന കോ-പാർട്ട്നേഴ്സ് ആവാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ദയാഭാഗ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ടു ബി കോ-പാർട്ട്നേഴ്സ്. ഫാമിലിയിലെ പുരുഷന്മാരും സ്ത്രീകളും എന്തായിരിക്കും, കോ-പാർട്ട്നേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കോ-പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ബിസിനസ്സിൻ്റെ പൂർവികരുടെ സ്വത്തുക്കളിൽ അവകാശമുള്ള ആളുകളാണ് ഏതെന്ന് പറയുന്നത്, കോ-പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൽ അവകാശമുള്ള ആളുകൾ, എൽഡസ്റ്റ് മെമ്പർ കർത്ത, ബാക്കിയുള്ള മെമ്പേഴ്സിനെയാണ് കോ-പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ദയാഭാഗ സിസ്റ്റം പ്രകാരമാണെന്നുണ്ടെങ്കിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിനെ എന്തായിട്ട് അവിടെ കോ-പാർട്ട്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതാണ് ദയാഭാഗ സിസ്റ്റം. അത് വെസ്റ്റ് ബംഗാളിലാണ് കാണുന്നത്. സോ ബട്ട് ഇൻ ദ കേസ് ഓഫ് മിക്താക്ഷര സിസ്റ്റം, in other hand it prevails all over India except West Bengal. വെസ്റ്റ് ബംഗാൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഉള്ള സിസ്റ്റമാണ് ഏത്, മിക്താക്ഷര എന്ന് പറയുന്ന സിസ്റ്റം.
അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ദയാവക സിസ്റ്റം, ബാക്കിയുള്ളിടത്ത് ഇന്ത്യയിൽ ബാക്കി എല്ലാ ഭാഗത്തും ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ഏത് മിക്താക്ഷര സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മിക്താക്ഷര സിസ്റ്റം പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോ ഓൺലി മെയിൽ മെമ്പേഴ്സ് ടു ബി കോപ്പാർട്ട്നേഴ്സ് ഇൻ ദി ബിസിനസ്. ഈ മിക്താക്ഷര സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഓൺലി മെയിൽ മെമ്പേഴ്സിന് മാത്രമേ കോപ്പാർട്ട്നേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ് തമ്മിലുള്ള വ്യത്യാസം. മിത്താക്ഷരിയിൽ മെയിൽ മെമ്പേഴ്സിന് മാത്രമേ കോപ്പാർട്ട്നേഴ്സ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ ദയാവക സിസ്റ്റം ആണെങ്കിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ ആക്ട് ആസ് എ കോപ്പാർട്ട്നേഴ്സ് എന്ന് പറയാം അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് ദയാവക സിസ്റ്റം എന്നും എന്താണ് മിക്താക്ഷര സിസ്റ്റം എന്നും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ വാട്ട് യു മീൻ ബൈ മിക്താക്ഷര സിസ്റ്റം ആൻഡ് വാട്ട് യു മീൻ ബൈ ദയാവക സിസ്റ്റം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ്. എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്? ഫസ്റ്റ് വൺ ഇസ് മെമ്പർഷിപ്പ് ബൈ ബർത്ത്. ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൽ മെമ്പർഷിപ്പ് നമുക്ക് എങ്ങനെ കിട്ടും? ബൈ ബർത്ത് ആണ്. ആ ഫാമിലിയിൽ എന്ത് ചെയ്താൽ മതി? ജനിച്ചാൽ മതി. നമുക്ക് ആ ഫാമിലിയുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൽ നമ്മളൊരു മെമ്പറായി മാറും. സോ മെമ്പർഷിപ്പ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ഈസ് ഓട്ടോമാറ്റിക് ബൈ ബർത്ത്. ബൈ ബർത്തിൽ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. all the members have equal ownership right over the ancestral properties and they are known as co-partners എന്ന് പറഞ്ഞു. എല്ലാ മെമ്പേഴ്സിനും പൂർവികരുടെ പ്രോപ്പർട്ടീസിൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ ബാക്കിയുള്ള മെമ്പേഴ്സിന് നമ്മൾ എന്ത് പറയും? കോപാർട്ട്നേഴ്സ് എന്ന് പറയും. അപ്പോൾ മെമ്പർഷിപ്പ് എങ്ങനെയാണ് HUF കിട്ടുന്നത്? ദാറ്റ് ഈസ് ബൈ ബർത്ത്. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ദ സെക്കൻഡ് ഫീച്ചേഴ്സ് ദ ഫോർമേഷൻ. See, for joint Hindu family form of business, there should be at least 2 members in the family and ancestral properties to be inherited by them. രണ്ട് കാര്യം വേണം. ഒന്ന്, അറ്റ്ലീസ്റ്റ് ജോയിന്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൽ 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അത് കൂടാതെ പൂർവികരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഫോം ചെയ്യാൻ പറ്റും? ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. സോ there is no need for any agreement as a membership is by birth. ഇതിൽ എഗ്രിമെന്റ് വേണ്ട കാര്യമേ ഇല്ല. ഓൾറെഡി മെമ്പർഷിപ്പ് എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞു? ബൈ ബർത്തിൽ തന്നെ മെമ്പർഷിപ്പ് കിട്ടും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് ദ കൺട്രോൾ. സോ HUF ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ ദി എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഇൻ ദി ഫാമിലി ഈസ് കോൾഡ് കർത്ത അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞു? ഈ HUF അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം ഓഫ് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആ ഫാമിലിയിലെ ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്? ആ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അവരെ പറയുന്ന പേരെന്താ? കർത്ത എന്നാണ് പറയുന്നത്. ഹി ടേക്സ് ഓൾ ദ ഡിസിഷൻസ് അലോൺ ടു ദി മാനേജ് ദ ബിസിനസ്. ഇയാൾ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. മനസ്സിലായോ പറയണത്? ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, മൈനർ മെമ്പേഴ്സ്. സിൻസ് മെമ്പർഷിപ്പ് ഈസ് ബൈ ബർത്ത് ആയതുകൊണ്ട് മൈനേഴ്സ് ക്യാൻ ഓൾസോ ബി മെമ്പർ ഓഫ് ദി ബിസിനസ്. ബർത്തിൽ തന്നെ മെമ്പർഷിപ്പ് കിട്ടും. ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നതുകൊണ്ട് മൈനേഴ്സും ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൽ എന്താണ്? മെമ്പേഴ്സ് ആണ് അല്ലേ? എന്താ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 18 വയസ്സ് കംപ്ലീറ്റ് 18 വയസ്സ് തികയാത്ത ആളുകളെയാണ് എന്ത് പറയുക? മൈനർ എന്ന് പറയുക. മനസ്സിലായോ? സോ and the next one, liability. See, the liability of Karta is unlimited അല്ലേ? കർത്തയുടെ ലയബിലിറ്റീസ് അൺലിമിറ്റഡ് ആണ്. but the liability of co-partners is limited to the extent of their shares in the family property. പക്ഷേ കോപാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റീസ് ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസിൽ എത്ര അവർക്ക് റൈറ്റ്സ് ഉണ്ടോ അതിനെ ബേസ് എത്ര അവർക്ക് ഷെയർ ഉണ്ടോ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് എന്തുണ്ടാവുള്ളൂ? ലയബിലിറ്റീസ് ഉണ്ടാവുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് കർത്ത ദ ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ് എന്നാണ് പറയുക. കർത്തയുടെ ലയബിലിറ്റീസ് അൺലിമിറ്റഡ് ആയിരിക്കും. കോപാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റീസ് ലിമിറ്റഡ് ആയിരിക്കും. അവരെത്ര അവരുടെ പൂർവികരുടെ സ്വത്തിൽ ഇവർക്ക് എത്ര അവകാശമുണ്ടോ അതിന് മാത്രം ഇവർ ലയബിലിറ്റീസ് ഏറ്റാൽ മതി.
ഓക്കെ. ആൻഡ് ദെൻ കണ്ടിന്യൂറ്റി, സോ ദ ലൈഫ് ഓഫ് HUF ബിസിനസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡെത്ത് ഓഫ് ദി കർത്ത. സോ ഇപ്പോൾ നോക്കൂ, ഈ ഒരു ബിസിനസ് HUF ബിസിനസ് ഇപ്പോൾ ഒരു കർത്ത ഇപ്പം മരിച്ചു എന്ന് കരുതുക, അതോടുകൂടിയിട്ട് ഈ ബിസിനസ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ആവുന്നില്ല. സോ ഇഫ് കർത്ത ഡൈഡ്, നെക്സ്റ്റ് സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ വിൽ ബി ദ നെക്സ്റ്റ് കർത്ത. ഇപ്പോൾ ഇപ്പോൾ ആരാണോ ബിസിനസ് മാനേജ് ചെയ്യുന്നത് ആ വ്യക്തി ഇപ്പം മരിച്ചെന്ന് കരുതുക, ആ കർത്ത മരിച്ചു എന്ന് കരുതുക, പിന്നീട് അടുത്ത കർത്തയായിട്ട് വരുന്നത് ആരായിരിക്കും? ആ ഫാമിലിയിലെ സീനിയർ മോസ്റ്റ് ഇനി അടുത്തത് ആരാണോ അവരായിരിക്കും എന്തെന്ന് പറയുന്നത്, കർത്തയായിട്ട് വരുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് കണ്ടിന്യൂറ്റി ഉണ്ടാവും, ബിസിനസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ആവുന്നില്ല. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, നോ മാക്സിമം ലിമിറ്റ് ഓൺ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിന് അങ്ങനെ മാക്സിമം ഇത്ര പേരെ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല. സോ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ HUF ബിസിനസ്. HUF ബിസിനസ്സിൽ ഇത്ര ആളുകളെ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബർത്ത് ഓർ ഡെത്ത് ഓഫ് മെമ്പേഴ്സ് ഇൻ ദി ഫാമിലി. മെമ്പർഷിപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആ ഫാമിലിയിലുള്ള ബർത്തിനെയും ഡെത്തിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ ദ ഫീച്ചേഴ്സ് ഓഫ് HUF ബിസിനസ്. Okay, and the next one is advantages of HUF, advantages or merits of Hindu undivided family form of business. See, the first one, easy formation. That means it can be started easily without any legal formalities. ഒരു ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ലാണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഫോം ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, കണ്ടിന്യൂറ്റി ഓഫ് ദ ബിസിനസ് ഇസ് ദ ഡെത്ത് ഓഫ് ദി കർത്ത നെവർ അഫക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് HUF ബിസിനസ് ആസ് ദ നെക്സ്റ്റ് എൽഡസ്റ്റ് മെയിൽ മെമ്പർ വിൽ ബി ദ നെക്സ്റ്റ് കർത്ത. അല്ലേ, ഇപ്പോൾ ഒരു കർത്ത മരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യാറില്ല, ആ ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യാറില്ല. അടുത്ത ആരാണോ എൽഡസ്റ്റ് ആയിട്ടുള്ള മെയിൽ മെമ്പർ ഉള്ളത് അവരായിരിക്കും പിന്നീട് വരുന്ന കർത്തയായിട്ട് പറയുന്നത്. സോ കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. തേർഡ് വൺ ഇസ് ദ സീക്രസി. സോ കംപ്ലീറ്റ് സീക്രസി റിഗാർഡിംഗ് ബിസിനസ് ഡിസിഷൻ ക്യാൻ ബി മെയിൻറ്റൈൻഡ് ബൈ കർത്ത. ഇത് മുഴുവൻ ആരാണ് മാനേജ് ചെയ്യുന്നത്, കർത്ത ആയതുകൊണ്ട് കർത്ത എന്ത് ചെയ്യാനുള്ള സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, assured share to all members. So every member of HUF is assured a minimum share of profit irrespective of their talent, capacity to work and efficiency. ഈ HUF ബിസിനസ്സിലെ എല്ലാ മെമ്പേഴ്സും, അതായത് കോപ്പാസിനേഴ്സിനും ഒരു സെർട്ടൈൻ എന്ത് കിട്ടാറുണ്ട്, എമൗണ്ടിൽ മിനിമം ഒരു ഇത്ര ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അത് അവരുടെ ടാലൻറ്റോ കപ്പാസിറ്റിയോ വർക്ക് അതിന് എഫിഷ്യൻസിയോ അതിനൊന്നും നോക്കാതെ തന്നെ അവർക്ക് ഒരു സെർട്ടൈൻ എമൗണ്ടിൽ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു എന്താ പറയുക പ്രോഫിറ്റ് അവർക്ക് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. സോ ദറ്റ് ഈസ്. ആൻഡ് ദെൻ next one, quick decisions. Karta is free to take any decision without consulting others. കർത്ത എന്ത് ചെയ്യുന്നു, ആരോടും ചോദിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. സോ ക്വിക്ക് ഡിസിഷൻ ഈസ് പോസിബിൾ ഇൻ HUF ബിസിനസ്. ഓക്കെ, എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. And the next one is the division of labor. So the principle of division of labor can be effectively be applied in HUF business by allotting work among members according to their abilities and skill. ഈ HUF ബിസിനസ്സിൽ ഡിവിഷൻ ഓഫ് ലേബർ സാധ്യമാണ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈനിങ് ദ ടാസ്ക്, അല്ലേ, ടാസ്ക് എന്ത് ചെയ്യുക, ഓരോരുത്തർക്കും വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ഓരോ മെമ്പേഴ്സിൻ്റെയും അവരുടെ ടാലൻറ്റും അവരുടെ സ്കില്ലും അവരുടെ എബിലിറ്റീസിന് എന്താണ് ഉള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ വർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അലോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. ആൻഡ് ദ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, അത് നമ്മൾ പറഞ്ഞു. കർത്താസ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ് ബട്ട് ഓൾ അതേഴ്സ് കോപ്പാസിനേഴ്സ് ലയബിലിറ്റീസ് ലിമിറ്റഡ് ടു എക്സ്റ്റെൻഡ് ദയർ ഷെയർ ഇൻ ദി ബിസിനസ്. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. കർത്തയുടെ ലയബിലിറ്റീസ് അൺലിമിറ്റഡ്, ബാക്കിയുള്ളവർ അവരുടെ ഷെയറുകളുടെ അടിസ്ഥാനത്തിലുള്ള ലയബിലിറ്റീസ് മാത്രം അവർ ഏറ്റാൽ മതി എന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ ദ മെറിറ്റ്സ് or advantages of HUF business. And the next one, disadvantages or demerits of HUF. In that the first one, limited capital. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫോം ഓഫ് ബിസിനസ് കനോട്ട് ബി ക്യാരിഡ് ഔട്ട് വെരി ലാർജ് സ്കെയിൽ. അല്ലേ, വലിയ രീതിയിൽ ബിസിനസ് എന്ത് ചെയ്യാൻ കഴിയില്ല, വലിയ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാരണം ബിക്കോസ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ഈസ് ജനറലി ഇൻഎഫിഷ്യൻറ്റ് ഫോർ ലാർജ് സ്കെയിൽ ബിസിനസ്.
കാരണം ഈ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോം ഓഫ് ബിസിനസ്സിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിലെ മെമ്പേഴ്സ് തന്നെയാണ് അല്ലേ, ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ ഉള്ള ക്യാഷിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉള്ള ക്യാപിറ്റൽ വെച്ചുകൊണ്ടേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഡ്രോബാക്സ്, ലിമിറ്റഡ് ക്യാപിറ്റൽ. ആൻഡ് ദ സെക്കൻഡ് വൺ, ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. അതൊരു ഡ്രോബാക്ക് ആണ്. കാരണം ദ ഹോൾ അഫയേഴ്സ് ഓഫ് ദ ബിസിനസ് ഈസ് മാനേജ്ഡ് ബൈ ആരായിരിക്കും, കർത്തയായിരിക്കും. മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കർത്തയാണ്. സോ ഹി മേ നോട്ട് ബി ദ എക്സ്പേർട്ട് ഇൻ ഓൾ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഏരിയയിലും ഇയാൾ എക്സ്പേർട്ട് ആയിരിക്കുമോ, ആയിരിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ഡ്രോബാക്ക്. ആൻഡ് ദെൻ തേർഡ് വൺ, നോ ലിങ്ക് ബിറ്റ്വീൻ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിവാർഡ്. അല്ലേ, no link between responsibility and reward. See, Karta is responsible for manage the business alone. Like Kartayana business mottham manage ചെയ്യുന്നത്. So he bear the entire liabilities for the debt of the family business alone. For all this responsibility, he is not paid with any extra amount as a remuneration. ഇപ്പോൾ ഇതൊക്കെ ചെയ്താലും അയാൾക്ക് എക്സ്ട്രാ എമൗണ്ട് റെമ്യൂണറേഷൻ ഒന്നും അയാൾക്ക് കിട്ടുന്നില്ല. സോ ഹി ഗെറ്റ്സ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൺലി ആസ് അതർ കോപാർട്ട്നേഴ്സ് ഗെറ്റ്. അതായത് കോപാർട്ട്നേഴ്സിന് എത്രയാണോ റെമ്യൂണറേഷൻ കിട്ടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ആർക്കും കിട്ടുന്നത്, കർത്തയ്ക്കും കിട്ടുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും കർത്ത ചെയ്യുന്നു പറഞ്ഞിട്ട് കർത്തയ്ക്ക് എക്സ്ട്രാ ഒരു റെമ്യൂണറേഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതാണ് ദർ ഇസ് നോ ലിങ്ക് ബിറ്റ്വീൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിവാർഡ്. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് റിവാർഡ് കൂടുതൽ കിട്ടും അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിവാർഡ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് സ്കോപ്പ് ഫോർ മിസ്യൂസ് ഓഫ് പവർ. പവർ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആസ് എ കർത്ത എൻജോയ് ഫുൾ അതോറിറ്റി ഓവർ ദ ബിസിനസ്, സോ ഹി മേ മിസ്യൂസ് ദ പവർ ഓഫ് ഹിസ് ഓൺ ബിസിനസ്. അയാളുടെ പവർ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യാറുണ്ട്, മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജസ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് HUF form of business, Hindu undivided family form of business or joint Hindu family form of business. I think all are clear. Okay, and then third form of business, that is partnership. Have you heard about the word partnership? Yes, that is partnership is an association of two or more person who agreed to pool together their financial and managerial resources in some business and to share profit there between them. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അവരെന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മാനേജറിയൽ റിസോഴ്സസ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അവർ പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് അങ്ങനെയുള്ള ഫോം ഓഫ് ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് formed when there is a need for greater capital investment, varied skill and sharing risk. Okay, ഈ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് നമ്മൾ ഫോം ചെയ്യുന്നത് എപ്പോഴാ, ഗ്രേറ്റർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുള്ള സമയത്ത്, ലൈക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുള്ളപ്പോഴും അതുപോലെ തന്നെ ഒരുപാട് സ്കില്ലുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാവുന്നതാണ്. സോ അക്കോർഡിംഗ് ടു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, സെക്ഷൻ 4 ഡിഫൈൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആസ് the relation between person who have agreed to share the profit of the business carried on by all or any one of them acting for all. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന നിർവചനം? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്: റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ, രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ who have agreed to share the profit of the business, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാം, ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാം എന്നുള്ള വ്യവസ്ഥയിൽ മേൽ, ക്യാരിഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ
carried on by all or any one of them acting for all, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരാളോ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്തെടുക്കാം എന്നുള്ള വ്യവസ്ഥയിൽ മേൽ എല്ലാവരും ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരാൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു തരത്തിലുള്ള ഫോം ഓഫ് ബിസിനസ് ആണ് ഏത് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരാൾ ചേർന്ന് നടത്തിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അതിനകത്ത് ആക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കാം. അങ്ങനെ അതാണ് പറയുന്നത്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫോം ഓഫ് ബിസിനസ് ആണ് എന്തെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. Okay, so the partners who enter into the partnership, the person who enter into partnership are individually called partners എന്ന് പറയാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എൻ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയെ ഇൻഡിവിജ്വലി നമ്മൾ ആ വ്യക്തിയെ പറയുന്ന പേര് പാർട്ട്ണർ എന്ന് പറയും. ആൻഡ് കളക്റ്റീവ്ലി എ ഫേം, എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അതിനെ എന്ത് പറയും, ഫേം എന്ന രീതിയിൽ പറയും. എല്ലാ ആളുകളെയും കൂടെ ചേരുമ്പോൾ അതൊരു ഫേമായി മാറും. ഇൻഡിവിജ്വലി അയാളെ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള ഓരോരുത്തരെയും നമ്മൾ പാർട്ട്ണർ എന്ന് പറയും. ഈ എല്ലാ പാർട്ട്ണർമാരും കൂടെ ചേർന്നാൽ അതെന്തായിരിക്കും അറിയപ്പെടുന്നത്, ഫേം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. സോ ഇൻ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആർ റെഗുലേറ്റഡ് ബൈ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഇന്ത്യയിലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ ദ ഡെഫിനിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. Okay, and then next one, features of partnership. Next one, what is it? Features of partnership. See, the first one, the formation. See, the partnership form of business organization is governed by Indian Partnership Act 1932. So the partnership comes into existence with an agreement among the partners. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ബിസിനസ് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് എങ്ങനെയാണ്, വിത്ത് ആൻ എഗ്രിമെൻറ്റ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. Okay, that is the formation. And the second one is that agreement. So in partnership there must be an agreement. Partnershipil എന്തുണ്ടായിരിക്കും, agreement ഉണ്ടായിരിക്കും. The agreement may be oral or written. ആ agreement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ oral ആവാം, written ആവാം. So the written agreement is known as partnership deed. അത്തരത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെന്റിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. Okay, so that is agreement. And then next one, number of partners. See, there must be at least 2 persons to form a partnership. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പെർഫോം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് എത്ര പേര് വേണം, 2 പേര് വേണം. ദ മാക്സിമം നമ്പർ ഓഫ് ലിമിറ്റ് ഈസ് 100. മാക്സിമം എത്ര വരെ ആവാം, 100 വരെ ആവാം. മിനിമം എത്ര വേണം, 2. maximum 100 വരെ ആവാം. So and then profit motive, the next point, the profit motive. See, business carried on by the partnership firm must be profit motive. അല്ലേ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റ് മോട്ടീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സോ ഇൻ ദിസ് വേ ഓർഫനേജ്, ചാരിറ്റബിൾ ട്രസ്റ്റ് എക്സെട്ര കനോട്ട് ബിക്കം പാർട്ട്ണർഷിപ്പ്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അത് ഓർഫനേജുകളോ അങ്ങനെയുള്ളതൊന്നും ഏതിനകത്ത് വരില്ല, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ദ പാർട്ട്നർ ഷെയർ ദ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ മെൻഷൻ ഇൻ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ഷെയർ ചെയ്തെടുക്കേണ്ട റേഷ്യോ എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് റിട്ടേൺ എഗ്രിമെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ചെയ്യേണ്ട റേഷ്യോയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. സോ ദ പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ദി പാർട്ട്നേഴ്സ്. അല്ലേ, സോ ഫേംസ് cannot own property or enter into contract in its own name. ഈ ഫേമിന് എന്താണ്
സ്വന്തമായിട്ട് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലോ എൻ്റർ ചെയ്യാനായിട്ട് കഴിയില്ല. ദ ഫേംസ് നെയിം ഈസ് ഓൺലി സിമ്പിൾ റെപ്രസെൻറ്റിംഗ് ഓൾ പാർട്ട്നേഴ്സ്. ഫേമിൻ്റെ പേരെന്ന് പറയുന്ന ഒരു സിമ്പിൾ മാത്രമാണ് എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാ മെമ്പേഴ്സിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ മാത്രമാണ് ഫേമിൻ്റെ എന്തെന്ന് പറയുന്നത് ഈ ഒരു പേരെന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ആൻഡ് ദെൻ സിക്സ്ത് വൺ ഈസ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നോ പാർട്ട്ണർ ക്യാൻ ട്രാൻസ്ഫർ ഹിസ് ഷെയർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് ദ പ്രയർ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. അതായത് ഒരു പാർട്ട്ണർക്ക് ഇപ്പോൾ അയാളുടെ ഈ ഷെയർ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, ആരുടെ സമ്മതം ഉണ്ടായിരിക്കണം? മറ്റ് പാർട്ട്നേഴ്സിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അയാളുടെ ഷെയറുകൾ വേറൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. And then next one, unlimited liabilities. The partners of a firm have unlimited liabilities. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റീസ് എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. പാർട്ട്നേഴ്സ് ആർ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ ഡെപ്റ്റ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ മുഴുവൻ ബാധ്യതകളും ആര് ഏറ്റെടുക്കണം? ഈ പാർട്ട്നേഴ്സ് ഏറ്റെടുക്കണം. സോ പേഴ്സണൽ അസറ്റ്സ് മേ ബി യൂസ്ഡ് ഫോർ റീപേയിങ് ദ ഡെപ്റ്റ് ഇൻ കേസ് ഓഫ് ബിസിനസ് അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ്. ബിസിനസ്സിൻ്റെ അസറ്റ് പോരാ, ഡെപ്റ്റ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കടബാധ്യതകൾ തീർക്കാൻ ബിസിനസ്സിൻ്റെ അസറ്റ് പോരെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഇവരുടെ പേഴ്സണൽ അസറ്റ്സും കൂടെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ആൻഡ് ദെൻ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി, ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഇത് കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ദ ആക്ടിവിറ്റീസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആർ മാനേജ്ഡ് ത്രൂ ദി ജോയിന്റ് എഫേർട്ട് ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്തുകൊണ്ട് പോകുന്നത്, റൺ ചെയ്ത് പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. സോ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി പറയുമ്പോൾ റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഇൻസോൾവൻസി എക്സെട്ര ഓഫ് എനി പാർട്ട്ണർ ബ്രിങ്സ് ഇൻ ദ ഫേം ടു ആൻ എൻഡ്. ചിലപ്പോൾ ഒരു ഫേം ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിക്കുകയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ആവുകയോ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുക. എന്താ ഇൻസോൾവെൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ അൺഎബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്. അല്ലേ, ഒരു വ്യക്തി അയാളുടെ കടബാധകൾ തീർക്കാൻ അയാൾക്ക് പറ്റാതെ വരുമ്പോഴാണ് ഹീസ് ബിക്കം ആൻ ഇൻസോൾവെൻറ്റ്. അയാൾ എന്താവുന്നത്, ഒരു ഇൻസോൾവെൻ്റ് ആവുന്നത്. സോ however the remaining partners may if they are so desire continue the business on the basis of no agreement. വേണമെങ്കിൽ ഈ ഒരാൾ മരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ റിട്ടയർ ആയതിനു ശേഷമോ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആയതിനു ശേഷമോ വേണമെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സിന് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ എന്തായിരിക്കണം, പുതിയ എഗ്രിമെൻറ്റിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് one is that mutual agency. So a partner can act as simultaneously as a principal as well as the agent of the firm. ഒരേ സമയം ഒരു ഫേമിന്റെ പ്രിൻസിപ്പലും അതുപോലെ ഏജന്റും ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നു, ഒരു പാർട്ട്ണർ ആക്ട് ചെയ്യുന്നു. സോ ഈച്ച് പാർട്ട്ണർ ഈസ് an agent because he can bend other partners by his act. And similarly he can also be bound by the action of the other partner. So he is called a principal. Okay, I think all are clear the features of partnership business. Okay, that's all for today. If you have any doubt, please contact me.